അഡ്വക്കേറ്റ് സേനാപതി വേണു, 4% മറ്റോ ആയി മാറുന്നു വോട്ട് നില എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കോൺഗ്രസിൻ്റേത്. രാഹുലും സോണിയയുമൊക്കെ വോട്ടിട്ട ഡൽഹിയിൽ പൊടി പോലുമില്ലല്ലോ കണ്ടുപിടിക്കാൻ ഇത്തവണയും. 4 ഞങ്ങളിപ്പോൾ 7%, 6.75 എത്തി നിൽക്കുന്നു. അത് 7%, 8%, അതല്ലെങ്കിൽ അവസാനത്തെ ഒരു റൗണ്ടിൽ കുറച്ചുകൂടി മെച്ചപ്പെടാം എന്നുള്ളതാണ്. ഞങ്ങളവിടെ വലിയ അത്ഭുതമൊന്നും പ്രതീക്ഷിച്ച കൂട്ടത്തിലല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കൽ അധികാരത്തിൽ നിന്ന് പുറത്തുപോയ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഡൽഹിയിൽ തിരിച്ചു വരാൻ 28 വർഷം വേണ്ടി വന്നു. സാഹിബ് സിംഗ് വർമ്മയിലൂടെയാണല്ലോ അവസാനം പുറത്തു പോകുന്നത്. 28 വർഷത്തിന് ശേഷമാണ് BJPക്ക് ഡൽഹിയിൽ തിരിച്ചു വരാനായിട്ട് കഴിയുന്നത്. ഞങ്ങള് 2015 അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നു. 15, 10, ഇപ്പൊ 10 വർഷം അല്ലെങ്കിൽ 13 വർഷമാകും, 12-13 വർഷമാകുന്നു ഞങ്ങൾ അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നു. അപ്പോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ഒരു വോട്ട്, അല്ലെങ്കിൽ 4% വോട്ട്. ഞങ്ങൾ ഒരു 8%, 10% ആക്കി വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നോ, പക്ഷെ ഞങ്ങളൊരു 3 സീറ്റിൽ, അതായത് ബദലി, ശ്രീനഗർ, ബുറാഡി, ഈ 3 സീറ്റുകളിൽ ഞങ്ങൾ വിജയിക്കും എന്നൊരു വിശ്വാസത്തിലായിരുന്നു ഇരുന്നിരുന്നത്. ആദ്യത്തെ ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നു വോട്ടെണ്ണൽ നടന്നപ്പോൾ. പക്ഷേ ഇപ്പൊ അവസാന ഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഞങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷെ ഇവിടെ വളരെ വിശദമായ ഒരു രാഷ്ട്രീയ പഠനത്തിന് നമ്മൾ വിധേയമാകേണ്ടതുണ്ട്. ഇപ്പൊ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് 2013 ഉയർന്നു വന്ന ആം ആദ്മി പാർട്ടി, അന്ന് ആം ആദ്മി പാർട്ടി ഉയർത്തിയൊരു മുദ്രാവാക്യം ഉണ്ടല്ലോ. ആ മുദ്രാവാക്യത്തില് മുന്നിൽ നിന്ന ആളുകൾ, അരവിന്ദ് കെജ്രിവാൾ അതിന്റെ 2ാം ഘട്ടത്തിലാണ് ആ സമരത്തിന്റെ മുന്നിൽ വന്നത്. അന്ന് മുന്നിൽ വന്ന അണ്ണാ ഹസാരയെ പോലുള്ള ആളുകൾ, കിരൺ ബേദിയെ പോലുള്ള ആളുകൾ, റിട്ടയർഡ് ആർമി ജനറൽ VK സിംഗ് പോലും അന്ന് കോൺഗ്രസിനെതിരായി വലിയ സമരപരിപാടികളുമായിട്ട് ഡൽഹിയിൽ വന്നവരാണ്. അപ്പൊ കൂനിന്മേൽ കുരു എന്നതുപോലെ, അല്ലെങ്കിൽ ഇവർക്ക് ഊർജം പകർന്നു കൊടുക്കാനായി നിർഭയ സംഭവം കൂടി ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും വലിയ ഒരു പ്രതിഷേധമാണ് ഡൽഹിയിൽ ഷീലാ ദീക്ഷിത്തിനെതിരെ ഇവർ അഴിച്ചുവിട്ടത്. അപ്പോ അന്ന് അരവിന്ദ് കെജ്രിവാൾ ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്, ഷീലാ ദീക്ഷിത്തിന്റെ അഴിമതിയെക്കുറിച്ച് 300-ലധികം രേഖകൾ എന്റെ കയ്യിലുണ്ട്, ആ രേഖകളെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അധികാരത്തിൽ വന്നു. അപ്പൊ അധികാരത്തിൽ വന്നതിന് ശേഷം അന്നത്തെ BJPയുടെ ഒരു നേതാവ് ശ്രീ VK മൽഹോത്ര ഇദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളുടെ കയ്യിലുള്ള ഈ രേഖകളൊന്ന് പുറത്തുവിടാവോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പുറത്തുവിട്ടത് കുറെ പേപ്പർ കട്ടിങ്ങുകൾ മാത്രമാണ് കൊടുത്തത്. എന്ന് പറഞ്ഞാൽ ഒരു രേഖയും ഈ അഴിമതിയെ സംബന്ധിച്ച് അരവിന്ദ് കെജ്രിവാളിന്റെ കയ്യിൽ അന്നുമില്ല. അതിനുശേഷം അദ്ദേഹം 10 വർഷം മുഖ്യമന്ത്രിയായിരുന്നു, അപ്പോഴും കിട്ടിയിട്ടില്ല, ഇപ്പോഴും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഇവരെല്ലാവരും വളരെ സജീവമായി മുന്നിൽ നിൽക്കുകയായിരുന്നു. ഇവിടെ എന്റെ സ്നേഹിതൻ ആം ആദ്മി പാർട്ടിയുടെ സ്നേഹിതൻ പറഞ്ഞതുപോലെ, അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഒരു ആദർശത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പേരിലോ ഒന്നും അധികാരത്തിൽ വന്ന ഒരു പാർട്ടിയല്ല. ഭരിക്കുന്ന ഒരു ഗവൺമെന്റിനെതിരെ നിങ്ങൾ ഒരുപാട് അഴിമതി ആരോപണങ്ങൾ, അതിന്റെ ഒരു പുകമറ സൃഷ്ടിച്ചു. ഒരു പുതിയ ഗാന്ധി, ഡ്യൂപ്ലിക്കേറ്റ് ഗാന്ധിയായി അവതാരമെടുത്ത അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ ജന്തർ മന്ദിറിലും അതുപോലെ തന്നെ രാംലീല മൈതാനിയിലും ഒക്കെ നടന്ന സമരം, ആ സമരത്തിന്റെ ഒക്കെ പരിണിത ഫലമായിട്ട് ആളുകൾ വിചാരിച്ചത് ഇവിടെ എന്തോ വലിയ പുതിയ കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് കഥകളുമായിട്ട് രംഗത്ത് വന്ന് ഷീലാ ദീക്ഷിത് എന്തോ വലിയ അഴിമതിക്കാരിയാണ്, ഡൽഹിയിൽ എന്തോ വലിയ അഴിമതിയാണ് നടക്കുന്നത്, രാജ്യത്ത് എന്തോ വലിയ കൊള്ളരുതായ്മകൾ മുഴുവൻ നടക്കുന്നു എന്ന് വലിയ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടാണ് അവരെ അധികാരത്തിൽ നിന്ന് പുറത്ത് ഇറക്കിയത്. പക്ഷെ 10 കൊല്ലം കൊണ്ട് ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ആം ആദ്മിക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 200 യൂണിറ്റ് വൈദ്യുതി കൊടുത്തുകൊണ്ടോ 10,000 ലിറ്റർ വെള്ളം കൊടുത്തതുകൊണ്ടോ ഒന്നും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതൊരു ആശയത്തിന്റെ പേരിലാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പേരിലാണ്. ഇവിടെ അഴിമതിക്കെതിരെ പോരാട്ടം നടത്തിയ ഒരു ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി, അവിടുത്തെ ഉപമുഖ്യമന്ത്രി, അവര് അഴിമതിയുടെ പേരിൽ മാസങ്ങളോളം ജയിലിലാകുന്ന ഒരു സ്ഥിതിവിശേഷം. അപ്പൊ ഇവരുടെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടങ്ങളൊക്കെ അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് എന്നുള്ളത് ഡൽഹിയിലെ വോട്ടർമാർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്റെ ബഹുമാന്യനായ സ്നേഹിതൻ ജയചന്ദ്രൻ സാർ പറഞ്ഞത്, ഇന്ത്യ മുന്നണിയിലെ 2 കക്ഷികളാണ് അവിടെ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി
പരസ്യമായി പരാജയപ്പെട്ടത് എന്നുള്ളതാണ്. അപ്പോ ബീഹാറിൽ നിന്ന് എന്താ പറയുക, ലല്ലു പ്രസാദ് യാദവിന്റെ മകന്റെ പ്രസ്താവനയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇനി ഇന്ത്യ സഖ്യം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമൊക്കെ ഉയർത്തുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ സഖ്യം അത് ചില രാഷ്ട്രീയ അനിവാര്യതയുടെ പേരിൽ ഉണ്ടായിരിക്കുന്ന ഒരു സഖ്യമാണ്. ആ സഖ്യത്തിൽ ഒരുപാട് വൈവിധ്യങ്ങളും ഉണ്ട്, ഇല്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ആ സഖ്യത്തിലെ പല കക്ഷികളും സംസ്ഥാനത്ത് നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് കേരളത്തിൽ CPM അവർ ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടെന്നും ഇല്ല എന്നും ഒക്കെ പറയുന്നു. ഇനിയിപ്പോ ഏതായാലും ദേശീയ തലത്തിൽ അവരുടെ നേതാവ് ഇപ്പൊ മരിച്ചുപോയ സീതാറാം യെച്ചൂരി ആയിരുന്നു പ്രതിനിധീകരിച്ചുകൊണ്ടിരുന്നത്. ഇനി പുതിയ നേതാക്കൾ അതിനകത്ത് വരുമോ ഇല്ലയോ എന്നറിയില്ല. ഏതായാലും സാങ്കേതികമായി അവരും ഇന്ത്യ സഖ്യത്തിലുള്ളവരാണ്. ഇപ്പൊ കേരളത്തിൽ ഞാൻ ചോദിക്കുന്നു, CPM-ഉം കോൺഗ്രസും തമ്മിൽ നേർക്ക് നേറുള്ള പോരാട്ടമാണത്. ബംഗാളിലും അത് തന്നെയാണ് സ്ഥിതിവിശേഷം. ഒരു പരിധി വരെ ഇപ്പോൾ അതിൻ്റെ ഒരു മാറ്റം വന്നു എന്നുള്ളതാണ്. ഡൽഹിയിലും ഇത് തന്നെയാണ് സ്ഥിതിവിശേഷം. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും, കാരണം ഞങ്ങളുടെ ഒരു സ്പേസിലേക്ക് അവർ വന്നത് ഞങ്ങൾ അഴിമതി നടത്തി എന്ന ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. ആരോപണങ്ങളൊന്നും ഇന്നും തെളിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോ ചില രാഷ്ട്രീയ നിരീക്ഷകർ, ഞാൻ മുമ്പ് ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് ഇന്ത്യ സഖ്യത്തിലെ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികളായ ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും എന്തുകൊണ്ട് ഒന്നിച്ചു നിന്നു എന്ന് ചോദിച്ചാൽ, അവിടെ ഒരു കാര്യം ഞാൻ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ തുറന്നു സമ്മതിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അങ്ങനെ ഒരു സഖ്യത്തിലേക്ക് വന്നാൽ പോലും ഞങ്ങളുടെ അണികൾ അത് ഏറ്റെടുക്കണമെന്നില്ല. കാരണം കോൺഗ്രസിനെ അതുപോലെ വേദനിപ്പിച്ചുകൊണ്ട്, കോൺഗ്രസിന്റെ നേതാക്കളെ അതുപോലെ അപമാനിച്ചുകൊണ്ട് ഉണ്ടായി വന്ന ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത്. അപ്പൊ ആ പാർട്ടിയുമായി ഞങ്ങളൊരു തെരഞ്ഞെടുപ്പ് സഖ്യത്തിലേക്ക് പോയാൽ പോലും ഒരുപക്ഷെ അത് താഴേക്കിടെ, ഞാനിപ്പോൾ ഒരു രാഷ്ട്രീയ തുറന്നു പറച്ചിലിന്റെ ഭാഗമായിട്ടാണ്, കാരണം ഒരു താത്വികമായ അവലോകനം നടത്തിയോണ്ട് കാര്യമില്ലല്ലോ. സത്യസന്ധമായ ഒരു രാഷ്ട്രീയ വിലയിരുത്തൽ നടത്തുമ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു സഖ്യത്തിലേക്ക് വന്നാൽ പോലും അത് എത്രമാത്രം പ്രായോഗികമാകും എന്നുള്ള ഒരു സംശയം കൂടി അവിടെയുണ്ട്. ഇനി ഒന്നാം ഘട്ടത്തിൽ ഞങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് സഖ്യത്തിലേക്ക് പോകാനായി ആം ആദ്മി പാർട്ടിയും ആഗ്രഹിച്ചപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ വാദഗതി എന്താണ്? രാജ്യത്തിന്റെ തലസ്ഥാനം അത് ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് പിടിക്കും, ഞങ്ങൾക്ക് ആരുടെയും സഖ്യം വേണ്ട, ഞങ്ങൾ അവിടുത്തെ ഓട്ടോ ഡ്രൈവർമാരുടെയും ടാക്സി തൊഴിലാളികളുടെയും ചേരിയിൽ താമസിക്കുന്നവരുടെയും ജോപ്പടിയിൽ താമസിക്കുന്നവരുടെയും ഒക്കെ വോട്ടുകൾ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ ഒന്ന് അംഗീകരിക്കാൻ പോലും അവർ തയ്യാറാകുന്ന ഒരു സ്ഥിതിവിശേഷം. ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ എന്താ പറഞ്ഞ ഞങ്ങളുടെ ഒരു വിജയ സാധ്യത പരിമിതമായി നിന്നതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ഒരു നിഷ്പക്ഷമായ പോപ്പുലേഷൻ. സേനാപതിയോട് ഞാൻ അങ്ങനെയൊക്കെ വരാം. ഇതിന് മറുചോദ്യങ്ങൾ ഒരുപാടുണ്ട്, അതിലേക്ക് ഞാൻ വരാം.